ഇല്ല. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് വരാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടൈമിനെ പ്രസന്റ് ടൈമുമായിട്ട് ലിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ഒരു ടെൻസ് ആണ്. ആക്ഷൻ ചിലപ്പോൾ പാസ്റ്റിലായിരിക്കാം കഴിഞ്ഞത്. അങ്ങനെ ഒരു ആക്ഷൻ സംഭവിച്ചു എന്നതിനല്ല ഈ ഒരു ടെൻസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ആക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രസന്റിലുള്ള റിസൾട്ടിന് അല്ലെങ്കിൽ എഫക്റ്റിന് അല്ലെങ്കിൽ കോൺസിക്വൻസസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആക്ഷൻ പാസ്റ്റിൽ കഴിഞ്ഞതായിരിക്കാം, അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ എഫക്റ്റ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് നമ്മൾ പ്രസന്റിലും അനുഭവിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത്തരം ആക്ഷൻസിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ്സുകളെ കുറിച്ച്, മെന്റൽ സ്റ്റേറ്റ്സുകളെ കുറിച്ച് പറയാനുള്ള ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് പാസ്റ്റ് ടു പ്രസന്റിനെ കവർ ചെയ്തുകൊണ്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഒരു കാര്യം പറയുന്നത്. അതുപോലെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പാസ്റ്റിലെ ടൈമുകളാണ് ഉണ്ടാവുക. അതായത് യെസ്റ്റർഡേ, 2 days ബിഫോർ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, അങ്ങനെ കഴിഞ്ഞ ടൈം പീരീഡുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ കഴിഞ്ഞു പോയ ടൈമിനെ ആഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ ടൈം ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഉപയോഗിക്കുന്ന ടൈം അൺഫിനിഷ്ഡ് ടൈം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ടുഡേ, ദിസ് വീക്ക്, ദിസ് ഇയർ, ദിസ് മന്ത്, ഇതൊന്നും കഴിഞ്ഞു പോയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ളൊരു ടൈം പീരീഡ് ആയിരിക്കണം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനോടൊപ്പം ഉപയോഗിക്കേണ്ടത്. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഐ ഹാവ് ലിവ്ഡ് ഇൻ ദിസ് സിറ്റി ഫോർ 5 years. ഞാൻ ഈ സിറ്റിയിൽ 5 വർഷമായിട്ട് താമസിക്കുന്നു. ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ 5 വർഷങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യം ഇപ്പോഴും അതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയാൻ നമ്മൾ ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നു. ഐ ഹാവ് ലിവ്ഡ് ഇൻ ദിസ് സിറ്റി ഫോർ 5 years. ഇവിടെ നമ്മൾ ഫോർ ഉപയോഗിച്ചു, അതൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. അതല്ലാതെ നമുക്ക് ഐ ഹാവ് ലിവ്ഡ് ഇൻ ദിസ് സിറ്റി സിൻസ് 2020 എന്നും പറയാം. സിൻസ് എന്ന് പറയുന്നത് ഒരു പോയിന്റിനെ സൂചിപ്പിക്കുന്നു. 2020 മുതൽ ഞാനിവിടെ താമസിച്ചു വരുന്നു അല്ലെങ്കിൽ താമസിക്കുന്നു. സിൻസ് എന്ന് പറയുന്നത് ഒരു പോയിന്റിനെ കാണിക്കുന്നു. ഫോർ എന്ന് പറയുന്നത് ഒരു കാലയളവിനെ കാണിക്കുന്നു, 5 വർഷത്തോളമായിട്ട് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ടെൻസ് എന്ന് പറയുന്നത് നമ്മളുടെ പാസ്റ്റ് മുതൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന അവസ്ഥയെ വരെ കാണിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഐ ഹാവിൻറ്റ് സീൻ ഹിം ദിസ് വീക്ക്. ദിസ് വീക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടില്ല. ഐ ഹാവിൻറ്റ് സീൻ ഹിം ദിസ് വീക്ക്, ഞാൻ അവനെ ഈ ഒരാഴ്ചയിൽ കണ്ടിട്ടില്ല. ആ കാണാത്ത അവസ്ഥ ഇപ്പോഴും ഇതുവരെ ഈ ഒരാഴ്ചയിൽ ഇതുവരെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി ചിലപ്പോൾ കാണാം അല്ലെങ്കിൽ കാണാതിരിക്കാം, പക്ഷെ ഈ പറയുന്ന നിമിഷം വരെ ഞാൻ അവനെ കണ്ടിട്ടില്ല എന്നുള്ള അവസ്ഥ ഇപ്പോഴും തുടരുന്നു. അതുപോലെ നമ്മൾക്ക് ഈ ഒരു ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസുകൾ പറയാവുന്നതാണ്. അതിനോടുകൂടി എക്സാക്ട് ടൈം കാണിക്കണമെന്ന് നിർബന്ധം